പണം കിട്ടുമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന പണി പച്ചക്കുതിരയ്ക്കില്ല. എന്നെ പച്ചക്കുതിരയെന്ന് വിളിക്കും, പച്ചവിട്ടിലെന്ന് വിളിക്കും, പച്ച പശുവെന്ന് വിളിക്കും. പച്ച പശുവിനെ കണ്ടാൽ പണം കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? ഞാൻ ദൈവജ്ഞനൊന്നുമല്ല. പണിയെടുത്താൽ പണം കിട്ടും. പച്ചക്കുതിരയെ കണ്ടിട്ട് പണം കിട്ടുമെന്നും പറഞ്ഞ് ലോട്ടറി എടുത്താൽ പണി കിട്ടും. ഞാൻ ദൈവജ്ഞനല്ലല്ലോ. എന്നെ കണ്ടു കഴിഞ്ഞിട്ട് ലോട്ടറി എടുക്കാനൊന്നും നിൽക്കണ്ട, പണിയെടുത്തോ. ഞാൻ ഭാഗ്യം കൊണ്ടുവരുന്നവനൊന്നുമല്ല. എനിക്ക് പല പേരുണ്ട്, പച്ചക്കുതിരയെന്നോ പച്ചക്കുതിര. പിന്നെ വേറൊരുത്തനുമുണ്ട്, അവനും ദൈവജ്ഞനാണെന്ന് പറഞ്ഞാൽ ഈ മുകളിലിരിക്കുന്നത് കണ്ടില്ലേ? ആരാ അത്? അത് ഞാനൊരു പല്ലിയ. പല്ലിയോ? പല്ലി ചിലച്ചാൽ, കിഴക്കുവശത്ത് ചിലച്ചാൽ, തലയ്ക്ക് മീതെ ഇരുന്ന് ചിലച്ചാൽ ഒരു വല്ലവും ഇല്ല കേട്ടോ. തലയ്ക്ക് മുകളിൽ ഇരുന്ന് ചിലച്ചാൽ അവിടെ നിന്ന് ചിലയ്ക്കും. പിന്നെ നേതി ചാടിയാൽ ഉടനെ ദോഷമാണെന്ന് പറയുന്നതോ? നേതി ചാടിയാൽ പേടിച്ചിട്ട് അറ്റാക്ക് വന്നാൽ ദോഷമാണ്, അല്ലാണ്ട് പല്ലി വീണാൽ എന്താ ദോഷം? പിന്നെ ഭക്ഷണത്തിൽ വീണാൽ വിഷമാകും. പല്ലിയുടെ തോലും പല്ലിയുടെ വാലും ഒക്കെ ഒരുമാതിരി തലയ്ക്ക് മരവിപ്പും പിരിവിരിപ്പൊക്കെ ഉണ്ടാകും. പക്ഷിവിഷം ഉണ്ടാകാം, അല്ലാണ്ട് പല്ലിക്ക് ഒരു ദൈവജ്ഞ ഫലവും ഇല്ല. ഓർക്കുക, ഞങ്ങൾ വെറും പാവം ജീവികളാണ്, ദൈവജ്ഞന്മാരൊന്നുമല്ല.